ഒരാഴ്ചയ്ക്കുള്ളിൽ വളത്തിന് വലിയ തോതിൽ വിലവർധനവുണ്ടായതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇടുക്കിയിലെ കർഷകർ. അസംസ്കൃത വസ്തുക്കളുടെ ഇറക്കുമതിയിലുണ്ടായ കുറവാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് വളം വ്യാപാരികൾ പറയുന്നത്. എന്നാൽ ഏലത്തിനടക്കം വളപ്രയോഗത്തിന്റെ സമയത്ത് വിലവർധനവുണ്ടായത് എങ്ങനെ മറികടക്കുമെന്നാണ് കർഷകരുടെ ചോദ്യം. ഫാക്ടംഫോസ്, പൊട്ടാഷ്, യൂറിയ എന്നിവയുൾപ്പെടെയുള്ള എല്ലാ വളത്തിനും വില വർദ്ധിച്ചു. ജില്ലയിലെ പ്രധാന കൃഷികളിലൊന്നായ ഏലത്തിന് വളമിടാൻ മികച്ച സമയമാണിപ്പോൾ. ഈ സമയത്ത് വളത്തിന് വില കൂടിയതും ലഭ്യത കുറഞ്ഞതും കർഷകർക്ക് വൻ തിരിച്ചടിയായി. അസംസ്കൃത വസ്തുക്കളുടെ ഇറക്കുമതിയിലുണ്ടായ കുറവാണ് പ്രശ്നമെന്ന് ജില്ലയിലെ വളം വ്യാപാരികൾ പറയുന്നു. നിലവിൽ ഇന്ത്യയിൽ സ്റ്റോക്കുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇവ ഉണ്ടാക്കുന്നത്. 3 മാസം കൂടി കഴിഞ്ഞാൽ വളം ലഭിക്കാത്ത സ്ഥിതി വരുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഇന്ധനവില ഇനിയും ഉയർന്നാൽ വളത്തിന് വീണ്ടും വില വർദ്ധിച്ചേക്കുമെന്നും വ്യാപാരികൾ പറയുന്നു. 1375 രൂപ വിലയുണ്ടായിരുന്ന ഫാക്ടംഫോസിന് 1800 രൂപയായി. പൊട്ടാഷിന്റെ വിലയും ഇത്തരത്തിൽ വൻതോതിൽ വർദ്ധിക്കുകയാണ്. 1975 രൂപയുണ്ടായിരുന്ന പൊട്ടാഷിന് ഇപ്പോഴത്തെ വില 2050 രൂപയാണ്. യൂറിയയുടെ അവസ്ഥയും മറിച്ചല്ല. വിലവർധന ജില്ലയിലെ കൊക്കോ, കാപ്പി, റബ്ബർ, കുരുമുളക്, തെങ്ങ്, നെല്ല്, പച്ചക്കറി തുടങ്ങി എല്ലാ കൃഷിയെയും ബാധിക്കും. കുമിൾ നശിപ്പിക്കുവാനായി ഉപയോഗിക്കുന്ന ബോഡോ മിശ്രിതത്തിലെ പ്രധാന ഘടകമായ തുരിശിന് 3 മാസം മുൻപേ വില വർദ്ധിച്ചിരുന്നു. കിലോഗ്രാമിന് 300 രൂപയുണ്ടായിരുന്ന തുരിശിന് ഇപ്പോൾ വില 600-ലെത്തി. സ്പ്രേ വളങ്ങൾക്കും എക്കാലിസ് ഉൾപ്പെടെയുള്ള കീടനാശിനികൾക്കും വില വർദ്ധിച്ചിട്ടുണ്ട്. സബ്സിഡി വളമായി നൽകുന്ന ഫാക്ടംഫോസിനും യൂറിയയ്ക്കും പൊട്ടാഷിനും വില വർദ്ധിച്ചതോടെ എന്തു ചെയ്യുമെന്നറിയാതെ നിൽക്കുകയാണ് കർഷകർ. യുദ്ധത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇന്ധന വില വർദ്ധിച്ചതിന്റെ അടിസ്ഥാനത്തിലൊക്കെ വ്യാപകമായിട്ട് കീടനാശിനിക്കും രാസവളങ്ങൾക്കെല്ലാം വളരെയധികം വില കൂടി. ഇരട്ടിയും അതിലധികമായിട്ടും പല വളങ്ങൾക്കും വില കൂടിയിട്ടുണ്ട്. ഇത് കർഷകരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഈ വർഷം ഏലത്തിന് ന്യായമായ വില ഉണ്ടായിരുന്നെങ്കിലും വരും വർഷങ്ങളിൽ അത് എത്രത്തോളം നിലനിൽക്കുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ വളത്തിനും കീടനാശിനിക്കും ഇതുപോലെ വില കൂടിയാൽ കർഷകന് പിടിച്ചിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ സബ്സിഡി പോലെയുള്ള ആനുകൂല്യങ്ങൾ നൽകി ഈ മേഖലയെ പിടിച്ചു നിർത്താനുള്ള സംവിധാനം ചെയ്യണമെന്നാണ് പറയാനുള്ളത്. കർഷകരെ സംബന്ധിച്ചിടത്തോളം വളത്തിനും കീടനാശിനികൾക്ക് അന്യായമായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ യുദ്ധം ഇങ്ങനെ പൊട്ടിപ്പുറക്കുന്ന സാഹചര്യത്തിൽ ഇനിയും കൂടാനാണ് സാധ്യത എന്നാണ് വൻകിട പാൽ കമ്പനികൾ അഭിപ്രായപ്പെടുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കർഷകർ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ഒന്നാമത് ഉൽപ്പാദനം വളരെ മോശമാണ്. ഇപ്പോൾ കാലാവസ്ഥ ഇങ്ങനെ മാറി വരുന്ന കാരണം ഉൽപ്പാദനം തീരെ മോശമാണ്. അസംസ്കൃത വളം ഡിപ്പോ നടത്തിപ്പുകാരും പ്രതിസന്ധിയിലാണ്. സിറ്റി വിഷൻ, രാജാക്കാട്.